ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് മൂവി. ഞാനിനി ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നതും ഒപ്പീനിയൻ പറയുന്നതും ഇനി അങ്ങോട്ടും എഴുതാൻ പോകുന്ന സംഭവങ്ങളൊന്നും കേൾക്കാണ്ട് നിങ്ങൾ ഈ ഒരു ഡീമൺ സ്ലെയറിൻ്റെ പ്രീവിയസ് ആർക്സ് കണ്ടിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തിയേറ്റർ കണ്ടുപിടിച്ച് നല്ല സ്ക്രീനുള്ളൊരു തിയേറ്റർ കണ്ടുപിടിച്ച് പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ വന്നിരുന്ന് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടോ. കാരണം എൻ്റെ പൊന്നുമക്കളെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തിയേറ്ററിൽ പോയി ആദ്യം തന്നെ ഇരുന്ന് കാണേണ്ട ചില സിനിമകളുടെ കൂട്ടത്തിൽ ഒന്നാണ്. നിങ്ങളൊരു ആനിമേ ആരാധകനാണ് എന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് എവിടെന്നെങ്കിലും കാശ് ഒപ്പിച്ച് പോയിരുന്ന് കണ്ടു. കാരണം ഇത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേന് അന്ന് ആ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടത് ലക്കാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജാതി ഐറ്റമാണിത്. ഇനി ഇതിൻ്റെ ഒപ്പീനിയൻ എല്ലാം കേട്ടിട്ടേ പോകുന്നു എന്നൊരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. സംഭവം എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ആ ഒരു ഹഷറ ട്രെയിനിങ് ആർക്കിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയ ടീസർ ഇതിൻ്റെ കാണും. ഒരു ബ്ലാസ്റ്റിംഗ് സീക്വൻസ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആനിമേഷൻ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. അതായത് നമുക്ക് ചിന്തിച്ച് പോലും ഒരു ആനിമയ്ക്കകത്ത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ച് പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ആനിമേഷൻ സീക്വൻസ് ആയിരുന്നു ആ ഒരു ബ്ലാസ്റ്റിംഗ് സീക്വൻസ് ഹഷറ ട്രെയിനിങ് ആർക്കിൻ്റെ ക്ലൈമാക്സിൽ. ആ ടൈപ്പ് ആനിമേഷൻ, അതായത് ആ ഒരു കുറച്ച് നിമിഷത്തേക്ക് നമ്മൾ കണ്ട കൈൻഡ് ഓഫ് ആനിമേഷനാണ് ഈ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് സിനിമ മുഴുവൻ. എവിടെ നോക്കിയാലും ഏത് ആംഗിളിൽ വെച്ച് നോക്കിയാലും ഇത് തന്നെ വേറെ ലെവലായിട്ട്. എങ്ങനെ ഇവന്മാർ ഇതിൻ്റെ ആനിമേഷൻ സെറ്റാക്കിയെന്ന് എനിക്കറിയാൻ പറ്റാത്തത്. എന്ത് പണിയെടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചതെന്നറിയോ. ആ ലെവലെടുത്ത് വെച്ചേക്കുന്നു. ഇപ്പം ആനിമേഷൻ സീക്വൻസിനെ പറ്റി മാത്രമല്ല, അതായത് ഇപ്പം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീക്വൻസ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയിലോട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസും വേറെയാണ്. ഇത് ഡീമൺ സ്ലെയറിൻ്റെ ഒരു ഫൈനൽ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നേക്കുമാണ്. അപ്പം മെയിൻ വില്ലന്മാരുടെ താവളത്തിലേക്ക് വന്നിട്ടാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫൈനൽ ബാറ്റിൽ ഫീലിംഗ് കിട്ടും. അപ്പോൾ ആ ഫൈനൽ ബാറ്റിൽ ഫീലിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടു എൻഡ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആനിമയുടെ തന്നെയാണെങ്കിലും ഒരു ഫൈനൽ ബാറ്റിൽ എന്ന് പറയുന്നത് തന്നെ ചിലപ്പം അവസാനത്തെ കുറച്ച് നിമിഷത്തേക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ 2 എപ്പിസോഡ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഒരു സിനിമ മൊത്തത്തിൽ കാണാൻ പറ്റും. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ബാറ്റിൽ അടി പോക, അങ്ങനെ ഒരു സാധനമാണ്. പോരാതെ ഈ ഒരു ഇൻഫിനിറ്റി കാസിൽ എന്ന് തന്നെ പറയുന്നത് ഒരു ഭയങ്കര വലിയ സംഭവമാണ്. അപ്പം ആ സംഭവത്തിനൊക്കെ ആനിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കാണണം. ഇവിടുന്ന് ഷോട്ട് അങ്ങോട്ട് പോകുന്നു, ഷോട്ട് ഇങ്ങോട്ട് പോകുന്നു, ഇതിനകത്തൂടെ പോകുന്നു. അപ്പം നമുക്ക് ഒട്ടും ചിന്തിച്ച് പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്ട്രക്ചറാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റേത്. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ എടുത്ത് സ്ക്രീനിൽ പടച്ചു വെച്ചേക്കുന്നത് കാണണം. കിളി പോകും. എങ്ങനെ എടുത്ത് വെച്ചടാ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അതിൻ്റെ കൂട്ടത്തിലുള്ള ബാറ്റിൽ സീക്വൻസും ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ചെറിയ രീതിക്കാണ് സിനിമ തുടങ്ങുന്നത്. അതായത് ഒരു ലോ ഇൻട്രൊഡക്ഷൻ, ചെറിയ രീതിക്ക് സിനിമ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ കാണിച്ച് കുറച്ച് സംസാരമൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ നേരെ ഇവർ ആ ഒരു ഇൻഫിനിറ്റി കാസിലോട്ട് വീഴുവാണ്. അല്ലെങ്കിൽ ആ ഒരു ഹഷറ ട്രെയിനിങ് ആർക്കിൻ്റെ ക്ലൈമാക്സിൽ ഇവരെല്ലാം വീഴുന്നതാണ് നമ്മൾ കണ്ടത്. സോ ഈ വീഴുന്നത് ഒരു 10 മിനിറ്റെങ്കിലും കാണും. അത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഇത് വീഴുന്നില്ലല്ലോ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ആദ്യം കാണും. ഇവർ ഇൻഫിനിറ്റി കാസിലിനകത്തോട്ട് കയറി നിന്ന് ബാറ്റിൽ തുടങ്ങിയ പിന്നെ സിനിമ ഒരു പോക്കാണ്. അതിനിടയ്ക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും ഞാൻ സ്പോയിലറാക്കി പറയുന്നില്ല. പക്ഷേ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടറിയുക മക്കളെ, കണ്ടറിയുക. ആ ലെവലിലാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാനില്ല. ക്ലൈമാക്സിലൊക്കെ ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. എൻ്റെ പൊന്നു, എങ്ങനെ എടുത്ത് വെച്ചാൽ ഇതിൻ്റെ റൈറ്റർ, അതായത് ഇതിൻ്റെ മാങ്ക സെറ്റാക്കിയിട്ടുള്ള ആൾ അന്യായമാണ്, ഒന്നും പറയാനില്ല. കാരണം ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഇതിൻ്റെ മാങ്ക എഴുതിയിട്ടുള്ള ആളാണെങ്കിലൊക്കെ ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞിട്ടാണ് സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം പഴയ ആനിമേസോ ഇപ്പോൾ വൺ പീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആനിമേസോ ഒന്നും പോലെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും ആനിമേഷനെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഈ ഒരുപാട് എപ്പിസോഡ്സ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ തന്നെ നീട്ടി വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടി പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആനിമേ കാണുന്ന മിക്ക ആൾക്കാർക്കും സംഭവം നല്ല സ്മൂത്തായിട്ട് പടപടപടേന്നും പറഞ്ഞ് പോകണം. കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെയും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഈ റീൽസും സംഭവങ്ങളും ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ ഇപ്പോൾ ആൾക്കാരിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പെട്ടെന്ന് പോകുന്ന ഫാസ്റ്റ് പേസിൽ പോകുന്ന കണ്ടൻസ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ആ രീതിക്കാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ പോകുന്നത്. അതായത് ബുള്ളറ്റ് ട്രെയിൻ കണക്കിനാണ് പോകുന്നത്. മൊത്തം ബാറ്റിലല്ലേ, അടിയിട്ട് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ സമയം കാണത്തില്ല. ആ ഒരു രീതിക്കാണ് പല ബാറ്റിൽസ് നടക്കുന്നുണ്ട്. രോമാഞ്ചമൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് ഇന്ന് ഡാൻസ് കളിക്കുന്ന കുറേ സീക്വൻസസ് ഉണ്ട്. ആ ലെവലിൽ കുറേ സംഭവ വികാസങ്ങളുള്ള ഒരു 1.5 ഐറ്റമാണ് ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്.
ഞാൻ കണ്ടത് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്ക്രീനിൽ കയറിയിരുന്നതാണ്. ഐസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ നമ്മുടെ ഇവിടുത്തെ തിയേറ്ററിലുണ്ട്. അപ്പം സൗണ്ടിന് നല്ല പ്രാധാന്യം കൊടുത്തു, അതായത് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം പോലും നമുക്ക് പക്കായിട്ട് നല്ല നൈസായിട്ട് കേൾക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സ്ക്രീനാണത്. അപ്പം അവിടെ കയറിയിരുന്ന് കണ്ടപ്പോഴത്തേനും, അതായത് ഒരു ആനിമേ മൂവി ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്ക്രീനിൽ കയറിയിരുന്ന് കാണുന്നത്. ഒന്നും പറയാനില്ല, അന്യായ എക്സ്പീരിയൻസ്. അതായത് ഒരു ഇപ്പോൾ നമ്മുടെ അക്കാസയുടെ ബീജിയം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. അക്കാസ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ള കാര്യം ട്രെയിലറൊക്കെ കണ്ട സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഈ ക്യാരക്ടറിനൊക്കെ ബീജിയം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അതായത് ഈ സ്കോർ ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നോ, എന്താണെന്ന് അത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു മൊത്തത്തിൽ ടെക്നിക്കലി ഒരു പീക്ക് മൂവി കണ്ട് സാറ്റിസ്ഫൈഡ് ആയതിൻ്റെ ഒരു ഇതിലാണ് ഞാനതെല്ലാം പറയുന്നത്. പക്ഷേ ഇത് എന്താ OTTയിൽ റിലീസായി എപ്പിസോഡ് വൈസായിട്ട് റിലീസായി കാണാൻ വേണ്ടി ദയവ് ചെയ്ത് നിൽക്കരുത്. ഇത് അങ്ങനെ ഒരു സാധനമല്ല. ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് അങ്ങ് എന്താ പുളകിതനാവേണ്ട ഒരു ഐറ്റമാണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫാണ്. അതല്ലാണ്ട് ഓക്കെ OTT വരട്ടെ എന്നിട്ട് ഒരു ആനിമ എല്ലാം ഞാനിരുന്ന് ഫോണിനകത്താണ് കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലാപ്പിനകത്ത് TV-ക്കകത്താണ് കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ പോയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതും അങ്ങനെ കാണാമെന്നൊക്കെ ആണെങ്കിൽ പിന്നീട് ഇരുന്ന് നല്ല പോലെ റിഗ്രറ്റ് അടിക്കും. കാരണം ഇതൊക്കെയാണ് തിയേറ്ററിൽ പോയിരുന്ന എൻജോയ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ട്. അതായത് ഈ ആനിമെ കണ്ട് നല്ല ഇതിൻ്റെ പൾസ് അറിഞ്ഞിട്ടുള്ള നല്ല കുറേ ഓഡിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്യും. കാരണം നമുക്ക് രോമാഞ്ചം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്ന് കാർച്ചയും കൂവിച്ചയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാനില്ല. ആബ്സല്യൂട്ട് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയേക്കുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി, ടെക്നിക്കലി അബ്സല്യൂട്ട് പീക്ക്. ഇതുവരെ ആനിമെ ഹിസ്റ്ററി തന്നെ, അതായത് ആനിമെ മൂവീസിൻ്റെയോ സീരീസിൻ്റെയോ എന്തിൻ്റെ വേണമെങ്കിലും എടുത്തു വെച്ചു ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കിട്ടുവായിട്ട് ആനിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. ഡീമൺ സ്ലെയറിൻ്റെ ആനിമേഷനെ പറ്റി ഒരുപാട് അപ്രീസിയേഷൻസ് നമ്മൾ ഇതിന് മുൻപേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒന്നും അല്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ലെവലിലുള്ള ആനിമേഷനാണ് ഈ ഒരു സിനിമയ്ക്ക് ഇവന്മാരെ കൊണ്ട് കയറ്റി വെച്ചേക്കുന്നത്. ഈ 3D + 2D ബ്ലെൻഡിങ് ഉണ്ട് ഇവന്മാരെ. അത് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഉടനീളം കണ്ടുവരുന്നതാണ്. പക്ഷേ അതിനെ ഏറ്റവും പീക്ക് ലെവലിലാണ് ഈ ഒരു സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2 സിനിമകളും കൂടെ വരാനുണ്ട്. ഒരു ട്രയോളജി പോലാണ് ഈ ഒരു ഫൈനൽ ബാറ്റിലിന് ഇവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് തുടങ്ങി, ഇനി 2 ആർക്കുകളും കൂടെ വരാനുണ്ട്, അല്ലെങ്കിൽ 2 സിനിമകളും കൂടെ വരാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു കണ്ടന്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ട്രയോളജി മോഡിലായിരിക്കും ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നെക്സ്റ്റ് ഇയർ ഈ ഒരു ഇതിൻ്റെ നെക്സ്റ്റ് മൂവി കിട്ടുമായിരിക്കും. പക്ഷേ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം സത്യം പറഞ്ഞ് ഈ സിനിമ തീർന്നു പോകരുത്. 2.5 മണിക്കൂർ മിച്ചങ്ങാണ്ട് സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും നേരം ഇരുന്ന് കണ്ടപ്പോൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് മടുപ്പടിക്കത്തില്ല. ഇപ്പം ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും എന്ത് കിണ്ടിയാണെങ്കിലും നമ്മൾ ഇരുന്ന് മിഴിച്ചിരിക്കും. അപ്പോൾ ഇനി ഒരു 2.5 മണിക്കൂറും കൂടെ സിനിമ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇരുന്ന് കാണൂടാ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. അതിൻ്റെ ബാക്കിയും കൂടെ എങ്ങനെയും ചെയ്ത് വെക്കണേ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ. തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. സോ ആ ലെവലിൽ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു 1.5 ഐറ്റം. സോ ഡോണ്ട് മിസ് ദിസ്, അത്ര പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേറ്റഡ് മൂവി. അതാണ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ സിനിമ.